വിശ്വാസമില്ല, പ്രവൃത്തിയിലാണ് വിശ്വാസം. അതുകൊണ്ട് ഷാജി സംസാരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ആദ്യം അച്ഛന സിനിമയുടെ അഭിനേതാക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും നിർമ്മാതാവിനും എല്ലാ ആശംസകളും. ഡോൺ ആദ്യമായി സിനിമയിൽ പ്രവർത്തിക്കുന്നത് ഞാൻ എഴുതി ഷാജി സംവിധാനം ചെയ്ത ടൈഗർ എന്ന സിനിമയിലാണ്. അതിലാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഈ സ്പോട്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഐമാക് മെഷീനായിട്ട് ഡോൺ വരുന്നത്. പിന്നെ ഷാജി എന്നെ വഴക്ക് പറയും, ഇല്ലെങ്കിൽ ഞാൻ ഷാജി ഡോണിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിങ്ങളോട് പറയാമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു എഡിറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ തന്നെ വളരെ വിപ്ലവകരമായിട്ട് മാറ്റിമറിച്ച ഒരു സിനിമയായിരുന്നു ടൈഗർ. ഡോണിൻ്റെ വരവ്, ഷാജിയുടെ വിഷൻ. ഇപ്പം ഞാനിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഷാജിയോട് പറയുമായിരുന്നു, ഷാജിയാണല്ലോ കുറേ അധികം സ്ഥലത്ത് കാണാൻ പറ്റുക എന്ന് പറയുമായിരുന്നു. അത്രയും ഷാജിയും ഡോണുമായിട്ട് സിങ്ക് ആയിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഡോൺ എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരുന്നത് ഇയാളൊരു വ്യക്തിയല്ല എന്നാണ്, ഇയാളൊരു സോഫ്റ്റ്വെയർ ആണോ, ആപ്ലിക്കേഷൻ ആണോ എന്നൊക്കെയാണ് പലരും വിചാരിച്ചത്. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര്, ഡോൺ മാക്സിലാണോ ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേരിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് അത്. അപ്പോൾ എനിക്കപ്പോൾ 22 വർഷമായിട്ട് ഡോണിൻ്റെ വർക്കിനെ അറിയാം. ഭയങ്കര ക്വാളിറ്റി വർക്കാണ്, ഹൈലി ടാലൻറ്റഡ് ആണ് ഡോൺ. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം, എൻ്റെ പുതിയ സിനിമയുടെ ട്രെയിലർ ഇന്നലെ ഡോൺ എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നു. ഈ മാർച്ചിൽ ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്ന നിവിൻ പോളി അഭിനയിക്കുന്ന സിനിമയുടെ ട്രെയിലർ ഡോണാണ് ചെയ്തത്. അതൊരു 3 ദിവസം കൊണ്ട് അതിഗംഭീരമായിട്ട് ഡോൺ അത് ചെയ്ത് ഇന്നലെ എനിക്ക് തരികയും ചെയ്തു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചത് ഈ ഫംഗ്ഷൻ, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ വിട്ടുപോയതേ എന്ന് തോന്നുന്നു. എന്തായാലും ഡോണിന് എല്ലാവിധ ആശംസകളും. ഷാജി സംസാരിക്കുമോ? ഷാജി ഇല്ല. അപ്പോൾ ഷാജിക്ക് വേണ്ടി കൂടി ഞാൻ ഡോണിനെ ആശംസിക്കുന്നു. കാരണം എല്ലാ രീതിയിലും ഡോണിൻ്റെ ഗുരുസ്ഥാനത്തുള്ള ആളാണ് ഷാജി. അതിന് ആദ്യ സാക്ഷിയായ ആളുമാണ് ഞാൻ. കാരണം ഞങ്ങളുടെ സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് വരുന്നത്. സോ ഈ സിനിമയ്ക്ക് ഇതിൻ്റെ പുറകിലും മുമ്പിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ.